രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നേതാവാണ് കോൺഗ്രസിൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. നിയമസഭയിലെ കന്നി പ്രസംഗം കൊണ്ട് തന്നെ ശ്രദ്ധേയനായ നേതാവാണ്. താരതമ്യേന കോൺഗ്രസിലെ ഒരു ജൂനിയർ MLA ആണ്. പക്ഷേ ഈ ജൂനിയറിനെ കൊണ്ട്, ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് തീവാരിക്കുന്ന അല്ലെങ്കിൽ ചൂട് ചോഴുവാരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി കഴിഞ്ഞ അർദ്ധരാത്രിയിൽ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കൊടുത്ത ദൗത്യം. ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അർദ്ധരാത്രി ഒതായിയിലെ അൻവറിന്റെ വീട്ടിലേക്ക് VD സതീശൻ പറഞ്ഞു വിട്ടു. 1 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ PV അൻവറും രാഹുൽ മാങ്കൂട്ടത്തിലും ചർച്ച നടത്തി. എന്താണ് ചർച്ച എന്നൊന്നും ഈ അണ്ടർഗ്രൗണ്ട് ചർച്ചയാകുമ്പോൾ അതിന്റെ വിശദാംശങ്ങളൊന്നും നേതാക്കൾ പുറത്തുവിടില്ല. പക്ഷെ നമ്മുടെ രഹസ്യാന്വേഷണ പത്രപ്രവർത്തകരും അതുപോലെ തന്നെ ഈ അൻവറിന്റെ കൂടെയുള്ള ആളുകളും രഹസ്യം ചോർത്തി തരുന്ന ആളുകളും നമുക്ക് ചില പൊടിപ്പും തൊങ്ങലും വെച്ച ചില വിവരങ്ങൾ തരും. ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇന്നലത്തോടുകൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ പോയി പാതാളത്തിലേക്ക്, വാണക്കുറ്റി പോകുമല്ലോ, വാണക്കുറ്റി പോലെ ഇങ്ങനെ പ്ലിങ് എന്നോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ താഴോട്ടങ്ങ് പോയി. എന്തൊരു കഷ്ടമാണ് മിസ്റ്റർ രാഹുൽ. നിങ്ങൾക്കൊരു ബോധമില്ലേ? നിങ്ങൾക്ക് പറഞ്ഞോടെ VD സതീശൻ സാറേ, അല്ലെങ്കിൽ സാറെന്ന് നിങ്ങൾ എന്താണ് വിളിക്കണമെന്ന് എനിക്കറിയില്ല, സാറെന്ന് വിളിക്കുമായിരിക്കാം. സാറേ, എന്നെ കൊണ്ട് ഈ ദൗത്യം പറ്റില്ല. ഒന്ന്, നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഈ രാത്രി അർദ്ധരാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉണർന്നിരിക്കുന്ന സമയമാണ്. പിന്നെ എല്ലാ ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണും ക്യാമറയും ഒക്കെ ഉണ്ട്. ഈ PV അൻവർ തന്നെ മൊബൈൽ ഫോണിലെടുത്ത് ഇത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ്. കോൺഗ്രസ് ക്യാമ്പ് ആകെ നാറും. പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾ 2 തവണ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊരു കുതന്ത്രമായി പോയി മിസ്റ്റർ രാഹുൽ. നിങ്ങളെക്കുറിച്ച് കേരളത്തിനുണ്ടായിരുന്ന സർവമാന ഇമേജും ഇതോടെ ഇടിഞ്ഞു. നിങ്ങൾ അവിടെ പോയി പറഞ്ഞതൊക്കെ നാട്ടുകാരറിഞ്ഞു. എന്താണ് പറഞ്ഞത്? മിസ്റ്റർ അൻവർ, നിങ്ങൾ മത്സരിക്കരുത്. ഇതല്ലേ ഒന്നാമത് പറഞ്ഞത്. ഈ ഇലക്ഷനിൽ നിങ്ങൾ മത്സരിക്കാതിരുന്നാൽ 2026 നിങ്ങൾ ചോദിച്ച 5 സീറ്റുകൾ തരാൻ UDF തയ്യാറാണ്. 5 സീറ്റ്, ബേപ്പൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ നിങ്ങൾക്ക് തരും. നിലമ്പൂർ തരും, തവനൂർ തരും. പിന്നെ അല്ലാതെ നിങ്ങൾ ചോദിക്കുന്ന 2 സീറ്റുകൾ തരാൻ UDF തയ്യാറാണ്. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് നിങ്ങളോട് ദേഷ്യമോ കലിപ്പോകുന്നുമില്ല. നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്തിനോടുള്ള ഇഷ്ടക്കേട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഇക്കുറി മത്സരിക്കട്ടെ. നിലമ്പൂർ അദ്ദേഹത്തിന്റെ അപ്പൻ കൊണ്ടുവന്ന സ്ഥലമാണല്ലോ. ആര്യാടൻ മുഹമ്മദ് അദ്ദേഹമായിരുന്നല്ലോ അവിടെ കുറെ കാലം MLA ആയിരുന്നത്. അപ്പോ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇക്കുറി അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ അത് വലിയ ബാധ്യതയാകും കോൺഗ്രസിന്. അതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി VS ജോയി ചെറുപ്പമല്ലേ? അദ്ദേഹം DCC പ്രസിഡന്റ് കൂടിയാണ്. DCC പ്രസിഡന്റിന് ഇനിയും അവസരമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഹൈക്കമാൻഡ് തന്നെ DCC പ്രസിഡന്റുമാർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ടല്ലോ. വലിയ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ഇനിയും കൊടുക്കും. നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ UDF ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ തരും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ മത്സരിക്കരുത്. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി പറഞ്ഞ കാര്യം. ഇതേപോലൊരു ഓപ്പറേഷൻ ഈ സന്ദീപ് വാര്യരെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഷാഫി പറമ്പിലും അങ്ങനെ തുടങ്ങിയ ആളുകളെ കൊണ്ട് VD സതീശൻ ചെയ്തിരുന്നു. PC വിഷ്ണു അങ്ങനെ തുടങ്ങിയ ആളുകളെ കൊണ്ട് ചെറിയൊരു ഓപ്പറേഷൻ അദ്ദേഹം നടത്തി സന്ദീപ് വാര്യരെ അവിടെ എത്തിക്കുകയും ചെയ്തു. ഈ PV അൻവറിനെയും അങ്ങനെ ചില ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു മുമ്പ്. അങ്ങനെ ഒരു ചെറിയ ഓപ്പറേഷൻ, ഒരു ഹംസമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. അത് ഏകദേശം സമവായത്തിലെത്തി. സാരമില്ല, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം, നമുക്ക് പരിഗണിക്കാം. പക്ഷേ ഇനി തൃണമൂൽ കോൺഗ്രസ് അല്ലേ, ഞാനിപ്പോൾ വേറൊരു വലിയ പാർട്ടിയുടെ ഭാഗമാണല്ലോ, ഇനി പാർട്ടി നേതാക്കളുടെ അടുത്തൊക്കെ ഒന്ന് ആലോചിക്കണം. ഞാൻ എന്തെങ്കിലും മത്സരിക്കുന്നില്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പിന്നെ UDFന്റെ ഭാഗമാകാൻ ഇപ്പോൾ വയ്യ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ ഇനി പത്രസമ്മേളനം ഒന്ന് ആലോചിക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതി PV അൻവർ തന്റെ വാക്കുകളൊക്കെ കേട്ടു, താൻ പറഞ്ഞത് സക്സസ് ആയി, തന്റെ മിഷൻ, തന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റു എന്ന് പറഞ്ഞ് അതിർത്തി കടന്ന് ഇങ്ങെത്തിയില്ല. അതായത് അവിടുന്ന് ഒതായിൽ നിന്ന് VD സതീശൻ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെ VD സതീശൻ സന്ദേശവുമായി ഇവിടെ എത്തിയില്ല. മൊബൈലിൽ സംസാരിച്ചു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലിയറായി, അങ്ങ് എത്തിയിട്ട് വിശദമായി പറയാം എന്ന് പറഞ്ഞ് ഇങ്ങ് എത്തിയില്ല. അതിനു മുന്നേ തന്നെ അവിടെ നടുത്ത ബോംബ് പൊട്ടി മത്സരിക്കുമെന്നുള്ളത്. ഇതാണ് അവസ്ഥ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ച ഒരു വലിയ പുലിവാലായി പോയി ഈ ദൗത്യം. PV അൻവറിനെ അനുനയിപ്പിക്കുക എന്ന ദൗത്യം. അതൊരു വലിയ ഇടങ്ങേറിലായിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് ചാടിച്ചത്. ഇനി ഈ കറ കഴുകിയെടുക്കണമെങ്കിൽ
ഇനി 2-3 നിയമസഭാ പ്രസംഗങ്ങൾ കൂടി നടത്തണം. അല്ലെങ്കിൽ ഈ നിലമ്പൂർ കടമ്പയിൽ വിജയിച്ചു വരണം. വിജയിച്ചു വരിക വലിയ പ്രയാസമാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ആകെ നാണം കെട്ടു. ഈ ഒരു ദൗത്യം തന്നെ നാണക്കേടിന്റെ ദൗത്യമായി പോയി. ജനങ്ങളൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെ പോയി അണ്ടർഗ്രൗണ്ട് ഇടപാട്, നിലമ്പൂരിലെ വോട്ടർമാരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ, അന്തർനാടകങ്ങൾ, വോട്ടിന് വേണ്ടിയുള്ള വിലപേശലുകൾ, ഇതൊക്കെ വോട്ടർമാരെ കബളിപ്പിക്കുന്നതാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടർമാരെ കബളിപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ നാണം കെടുത്തുന്ന, വോട്ടർമാരെ നാണം കെടുത്തുന്ന, അങ്ങനെ വോട്ടർമാർക്ക് വോട്ടിന് വേണ്ടി വിലപേശുന്ന കോൺഗ്രസ് നേതാക്കളുടെ നാണം കെട്ട നാടകം നിലമ്പൂരിലെ വോട്ടർമാർ കണ്ട സ്ഥിതിക്ക് അവിടെ വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമവായ ശ്രമവുമായി പോയെങ്കിലും 8 നിലയിൽ പൊട്ടിയ ദൗത്യമായി പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ പ്രതിച്ഛായ ആകെ തകർത്ത ഒരു സംഭവമായി പോയി ഇന്നലത്തെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ.